ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു. എല്ലാവരും ക്രിസ്മസ് ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് ന്യൂ ഇയറിനെ വരവേൽക്കണം. സോ അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ഓമന അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഓമന അപ്പത്തിൻ്റെ ഫൈനൽ ലുക്ക്. ഈ അപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ കാണിച്ചിരിക്കുന്ന ഗ്ലാസ്സിന് ഒരു 2 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ ഗ്ലാസ്സിന് ഒരു 1/4 ഗ്ലാസ്സിൽ താഴെ ഉഴുന്നും കൂടെ നമുക്ക് എടുത്താൽ മതിയാകും. ആദ്യമായി തന്നെ നമ്മൾ നന്നായി കുതിർത്തി വെച്ച കഴുകി വൃത്തിയാക്കിയ അരി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആദ്യം നമ്മൾ അരി മാത്രം ഇട്ടാണ് അരച്ചെടുക്കുന്നത്. പിന്നെ ഈ അപ്പത്തിനൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ ഒട്ടും തന്നെ തേങ്ങ ചേർക്കുന്നില്ല. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഈ അരി ഒന്ന് അരച്ചെടുക്കാം. ഇനി നന്നായി അരഞ്ഞ മാവ് ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അടുത്തതായി ബാക്കിയുള്ള അരിയും ഉഴുന്നും കൂടെ നമുക്ക് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാകത്തിന് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി അരച്ചു വെച്ചിരിക്കുന്ന മാവിൽ നിന്നും കുറച്ചെടുത്ത് നമുക്ക് കപ്പി കാച്ചാം. ഇതിനായിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ചെറു തീയിൽ ഈ മാവ് കാച്ചിയെടുക്കണം. അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ കപ്പി ഏകദേശം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ കപ്പി തയ്യാറായിട്ടുണ്ട്. സോ ഇത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മാവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/4 സ്പൂണ് ഈസ്റ്റും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഒരു 1/2 സ്പൂണ് ഉപ്പും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് പുളിപ്പിക്കാനായിട്ട് വെക്കാം. ഏകദേശം ഒരു 6 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ടിത് പൊന്തി വരും. ഇപ്പം നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ചു പൊന്തി വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും നമ്മൾ പത കളയാതെ നമുക്ക് കുറച്ചെടുത്തിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, ഇപ്പം നമ്മുടെ അപ്പത്തിന് നല്ല കുത്തുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ അപ്പം സക്സസ് ആയി എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണിത്. അങ്ങനെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള അപ്പം ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.